Hi friends, again welcome back to your favorite program മണിച്ചപ്പ്. ഇന്നത്തെ മണിച്ചപ്പിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പണം നേടാൻ സാധിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മളേവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ. സ്മാർട്ട് ഫോണിൽ ചുമ്മാ തോണ്ടിക്കളയുന്ന നേരം ഒട്ടേറെയുണ്ട് അല്ലേ. ഇങ്ങനെ ചുമ്മാ ഫോണിൽ തോണ്ടിക്കളയുന്ന നേരം അത് പണമുണ്ടാക്കുന്നതാക്കി മാറ്റണോ? എങ്കിൽ അതിനും തീർച്ചയായിട്ടും വഴികളുണ്ട്. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്പുകളുണ്ട്. ഇത്തരം പണം നൽകുന്ന ആപ്പുകൾ, വിശ്വസനീയമായ ആപ്പുകൾ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ, അതായത് നമ്മുടെ ഓൺലൈൻ ബില്ലിങ്ങുകളും അതുപോലുള്ള കാര്യങ്ങളും മറ്റ് സേവനങ്ങളിലും നമുക്ക് പണം ഈ വാലറ്റുകൾ വഴി, അതായത് ഇലക്ട്രോണിക് ഫോർമാറ്റുകളിൽ ചെലവഴിക്കാനായിട്ട് സമ്പാദിച്ച് വെക്കാം ഇത്തരം ആപ്പുകളിലൂടെ. അത്തരം ആപ്പുകളെ പറ്റിയാണ് ഇന്നത്തെ മണിച്ചപ്പ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ പണം തരുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന്. നമ്മുടെ വീടിൻ്റെ ഷെൽഫുകളിലിരുന്ന പുസ്തകങ്ങൾ മുതൽ ഈ ബാങ്കിങ്, വിനോദം, അല്ലെങ്കിൽ മറ്റ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെ വിരൽത്തുമ്പിൽ ആപ്പ് എന്ന രീതിയിൽ മാറിയപ്പോൾ സ്മാർട്ട് ഫോൺ എന്നത് ഏതൊരു വ്യക്തിക്കും തൻ്റെ ലോകം തന്നെയായി മാറുകയായിരുന്നു അല്ലേ. അത്തരം ലോകത്തിൽ നിന്നും ഒട്ടേറെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നും നാം ഏവരും ഓർക്കേണ്ട ഒരു സംഗതിയായിരുന്നു. അതിൽ ഒരു പ്രധാന വിഭാഗമാണ് ഈ ചെറിയ തോതിലാണെങ്കിലും നമുക്ക് പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ. ഇത്തരം ആപ്പുകൾ ഓരോ ദിവസവും പുതിയതായിട്ടിങ്ങനെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. എങ്കിലും ഇവയിൽ നല്ലതേതെന്ന് കെണി ഏത് എന്ന് കണ്ടെത്താനും നമ്മളേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഓൺലൈൻ മാർഗം പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ ഈ സൈബർ തട്ടിപ്പ് എന്ന കെണിയും ഈ പറയുന്ന ആപ്പുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യം ആരും മറക്കരുത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് വിദഗ്ധരോട് ഉപദേശം തേടുകയും പിന്നെ ഈ നമ്മുടെ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത ശേഷം മാത്രമേ ആപ്പ് ഉപയോഗിക്കാവൂ. ഇവ ഡൗൺലോഡ് ചെയ്യും മുമ്പ് ഇവയുടെ റേറ്റിംഗും യൂസർ റിവ്യൂവും നിങ്ങൾ പരിശോധിക്കുന്നതും വളരെ നന്നായിരിക്കും. ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് എന്ന സ്മാർട്ട് ആപ്പിനെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ സൂപ്രധാനമാണ് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് ആപ്പ്. പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ഗൂഗിൾ നിർമ്മിത ആപ്പുകളിൽ ഒന്നാമൻ. ആൻഡ്രോയിഡ് ഫോണുകളിലും നമ്മുടെ ഐഫോണിൻ്റെ iOS-ലും ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ആപ്പിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നത് വഴിയാണ് ഈ ഉപഭോക്താവിന് ഈ ആപ്പിലൂടെ പണമുണ്ടാക്കാൻ സാധിക്കുന്നത്. ആപ്പ് വഴി വരുന്ന സർവേകളിൽ അടക്കം പങ്കെടുത്ത് നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ സാധിക്കും. ആൻഡ്രോയിഡിലാണെങ്കിൽ ഗൂഗിൾ പ്ലേ ക്രെഡിറ്റ് ആയി കിട്ടുന്ന പോയിൻറ്റ്സ് വെച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പെയ്ഡ് ആപ്പുകൾ വരെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. 2017 മുതൽ ഇന്ത്യ, സിംഗപ്പൂർ, തുർക്കി എന്നീ രാജ്യങ്ങളിലും ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് സേവനം ആരംഭിച്ചിരുന്നു. നിലവിൽ 22 രാജ്യങ്ങളിൽ ഈ ആപ്പിൻ്റെ സേവനം ലഭ്യമാണ് എന്നുള്ള കാര്യവും ഓർക്കുക. അടുത്ത ഒരു പ്രധാന ആപ്പാണ് ആമസോൺ സെല്ലർ എന്ന്. നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും വ്യാപാര ഭീമനായ ആമസോണിനെ പറ്റി. സംരംഭകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഓൺലൈൻ വ്യാപാര ഭീമനായ ആമസോണിൻ്റെ ആപ്പാണ് ആമസോൺ സെല്ലർ. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പണമുണ്ടാക്കാൻ സാധിക്കുന്ന ഈ ആപ്പ് വഴി പഴയ സാധനങ്ങൾ ആണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ പുരാതന വസ്തുക്കൾ സഹിതം പുതിയതായി നിർമ്മിക്കുന്ന സാധനങ്ങൾ വരെ വിറ്റ് പണമുണ്ടാക്കാൻ സാധിക്കും. വെറും 100 സെല്ലർമാരാണ് 2013 ഈ ആപ്പിനുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 3000 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കേരളത്തിൽ ആപ്പിൻ്റെ വളർച്ചയും അതിൻ്റെ സംരംഭകർ ഓൺലൈൻ വിഭവങ്ങളെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. ആമസോൺ സെല്ലർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം GST നമ്പർ, ബാങ്ക് അക്കൗണ്ട്, പാൻ നമ്പർ എന്നിവ കൂടി നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആമസോണിൻ്റെ ഔദ്യോഗിക സെല്ലറായി കഴിഞ്ഞു എന്ന് പറയാം. നിങ്ങൾ ഔദ്യോഗിക സെല്ലറാവും. പിന്നെ നിങ്ങൾക്ക് സെല്ലർക്ക് എന്ത് ഉൽപ്പന്നവുമായി എത്താമെന്നതും നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങളും വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഈ ലേഖനങ്ങളും ലഘുലേഖകളും ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാനും അവസരമുണ്ട്. ഇത് മറ്റുള്ളവർ കാണുന്ന വഴി നിങ്ങളുടെ ഉൽപ്പന്നത്തിനൊരു പ്രൊമോഷൻ തന്നെയാണ് ലഭിക്കുന്നത്. അടുത്തൊരു വ്യത്യസ്തമായ ആപ്പാണ് ഫോപ്പ് എന്ന് പറയുന്ന ആപ്പ്. നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ മിടുക്ക് തെളിയിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ? എന്നാൽ അതിനെ ഇനി പണമാക്കാനും സാധിക്കും. ഫോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ അക്കൗണ്ട് ആരംഭിക്കുക. ഇത് വളരെ സൗജന്യമാണ് ഈ ഫോപ്പ് ആപ്പ് എന്ന് പറയുന്നത്. ഇതിൽ അൺലിമിറ്റഡായി നിങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെക്കാൻ അവസരമുണ്ട്. നിങ്ങളെടുത്ത മികച്ച ചിത്രങ്ങൾ. ഇത് കണ്ടിഷ്ടപ്പെടുന്നവർ ഫോട്ടോ വാങ്ങിയാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വര തെളിഞ്ഞു. ഒരു ശരാശരി $50 വരെ കമ്മീഷൻ ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ കുറഞ്ഞത് ഇന്ത്യൻ രൂപ നോക്കിയാൽ 350 രൂപയെങ്കിലും കിട്ടുമെന്നും വിറ്റുപോകുന്ന ചിത്രത്തിന് അത്രയും പണം ലഭിക്കുമെന്ന് ഉറപ്പാണ്. പേപാൽ അക്കൗണ്ടിലേക്കാണ് പണം അയക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണാനും വിദഗ്ധരായ ഫോട്ടോഗ്രാഫർമാരെ പരിചയപ്പെടുത്താനും ഈ ഫോപ്പ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. ഫോട്ടോഗ്രാഫി മികവിലൂടെ പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ഈ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ആപ്പായിരുന്നു ഫോപ്പ് എന്നത്. അടുത്ത ഒരു പ്രധാന ആപ്പാണ് പിനിയോൺ ആപ്പ്. ചില ടാസ്കുകൾ പൂർത്തിയാക്കുന്ന വഴി പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ആപ്പാണ് പിനിയോൺ. ലോകോത്തര ബ്രാൻഡുകളും
അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളെ പറ്റി നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അതാണ് അതിൻ്റെ പ്രധാന ഡ്യൂട്ടി. ഇതിൻ്റെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിലൂടെ പങ്കുവെക്കുന്നു, ഈ ആപ്പിലൂടെ പിനിയോണിലൂടെ പങ്കുവെക്കുന്നു. ഇതുവഴി പണം നേടാൻ സഹായിക്കുന്ന ആപ്പാണ് പിനിയോൺ. ബ്രസീലിൽ നിരവധി ബ്രാൻഡുകളെയും സേവനങ്ങളെയും ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്ത പിനിയോൺ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പിനിയോൺ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളിലും സേവനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന പിനിയോൺ ആപ്പിൽ അധികം നേരം ജോലി ചെയ്താൽ കൂടുതൽ പണം നേടാൻ സാധിക്കുമെന്നാണ് പിനിയോൺ ആപ്പ് കമ്പനി അധികൃതർ അവകാശപ്പെടുന്നത്. പണം ബാങ്ക് അക്കൗണ്ടിലേക്കോ പേപ്പാൽ അക്കൗണ്ടിലേക്കോ എത്തിയിരിക്കും. പിന്നെ ഈ മാളുകൾ, സിനിമാ തിയേറ്റർ, പബ്ബ്, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ് തുടങ്ങി ഏത് സ്ഥലത്ത് വെച്ചും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മിഷൻ അല്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കുന്നതാണ് ഈ ആപ്പിൻ്റെ ഒരു രസച്ചരട് എന്ന് പറയുന്നത്. അടുത്തതായി പറയാനാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്പാണ് സ്ലൈഡ് ജോയ്. അതായത് സ്മാർട്ട് ഫോണിൽ നമ്മൾ ചുമ്മാ തോണ്ടുന്ന നേരം പണം ഉണ്ടാക്കി മാറ്റാം. അതായത് ചുമ്മാ തോണ്ടി പൈസ ഉണ്ടാക്കുന്ന ആപ്പ്, അതിന് പറ്റിയ ആപ്പാണ് സ്ലൈഡ് ജോയ്. നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ പരസ്യങ്ങളും വാർത്തകളും നിറച്ച് ഇത് സ്ലൈഡ് ചെയ്യുന്നത് വഴി പണം ഉണ്ടാക്കുന്ന സ്മാർട്ട് ആപ്പാണ് സ്ലൈഡ് ജോയ്. നമ്മുടെ ഈ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനെ പരസ്യവും വാർത്തയും വെച്ച് നിറച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സ്ലൈഡ് ജോയ് എന്ന് പറയുന്ന ആപ്പിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ സ്ലൈഡ് ജോയ് വഴി വരുന്ന പരസ്യവും വാർത്തയും ഈ സ്ലൈഡ് ചെയ്ത് മാറ്റുമ്പോൾ അത് നിങ്ങൾ കാണുകയും അത് പിന്നീട് ക്യാരറ്റ് പോയിന്റ് ആയി നിങ്ങൾക്ക് ഫോണിൽ ആഡ് ചെയ്ത് തരികയും ചെയ്യും. ഓരോ 1000 ക്യാരറ്റിനും $1 എന്ന കണക്കിലാണ് സ്ലൈഡ് ജോയിൽ നിന്നും നിങ്ങൾക്ക് പണം ലഭിക്കുന്നത്. ഓരോ 15 ദിവസം കൂടുമ്പോഴും പണം പിൻവലിക്കാൻ സാധിക്കും. പണം മാത്രമല്ല, ഗിഫ്റ്റ് കാർഡുകളും ഇതുവഴി ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പേപ്പാൽ വഴിയും ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ്, വാൾമാർട്ട് ഓഫറുകൾ എന്നീ രൂപത്തിലാണ് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുക. പിന്നെ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മികച്ച പ്രതികരണം ലഭിച്ച ആപ്പുകൾ ഒന്നാണിത്. എന്നാൽ എല്ലാ പരസ്യത്തിനും നിങ്ങൾക്ക് പണം ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കുക. ഇത് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട ഒരു ആപ്പാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആപ്പാണ് ക്ലിയർ പോൾ എന്ന് പറയുന്ന ആപ്പ്. അഭിപ്രായം പറഞ്ഞാൽ പണം കിട്ടുമെന്ന സത്യം കൂടി നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാട്ടിത്തരികയാണ് ഈ ക്ലിയർ പോൾ എന്ന് പറയുന്ന ആപ്പിലൂടെ. രാഷ്ട്രീയം, മനുഷ്യാവകാശം എന്നീ വിഷയങ്ങൾ മുതൽ കായികവും ശാസ്ത്രവും സാങ്കേതികവിദ്യ മുതൽ ഈ നമ്മുടെ സെലിബ്രിറ്റികളുടെ വരെ കാര്യത്തിൽ വോട്ടും പോളും രേഖപ്പെടുത്തുന്ന ആപ്പാണ് ഈ ക്ലിയർ പോൾ ആപ്പ്. വ്യത്യസ്തമായ വിഷയങ്ങൾ സെർച്ച് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്താൻ മാത്രമല്ല, സ്വന്തം വിഷയങ്ങൾ ചേർത്ത് നിങ്ങൾക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താനും നമ്മുടെ ഈ ക്ലിയർ പോൾ ആപ്പ് നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ ആൻഡ്രോയിഡിലും iOSലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആപ്പ് വഴി ഒട്ടേറെ പേർ ഇപ്പോൾ പണം നേടുന്നുണ്ട്. സൗജന്യ ക്രിപ്റ്റോ കറൻസിയായ ക്ലിയർ പോൾ ടോക്കണുകളാണ് ഈ ആപ്പിലൂടെ പ്രതിഫലമായി ലഭിക്കുന്നത്. ഇത്തരം റിവാർഡുകൾ മറ്റ് സേവനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. ഇനി ചില കാര്യങ്ങൾ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കും മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഞാൻ അടുത്തായി ഓർമ്മിപ്പിക്കുന്നത്. ഈ ആപ്പുകൾ വഴി പണം ഉണ്ടാക്കാമെന്ന ഓഫറുകളുമായി ആപ്പ് കമ്പനികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ എന്നിവ ചോർത്തി പണം തട്ടുന്ന വില്ലന്മാരും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത് പേപ്പാൽ അടക്കമുള്ള വളരെ വിശ്വസനീയമായ മാർഗ്ഗങ്ങൾ തന്നെയാണെന്ന് ഓരോ ഉപഭോക്താവും ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തണം. മാത്രമല്ല, നമ്മുടെ ബാങ്ക് കസ്റ്റമർ കെയർ അധികൃതരുമായി ബന്ധപ്പെട്ടാൽ ഇത്തരത്തിലുള്ള സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി വിശദമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചതിക്കുഴിയിൽ വീഴില്ല. ഇപ്പോൾ സമയം കിട്ടുന്ന പോലെ ഇത്തരം ആപ്പുകൾ നമുക്ക് പരീക്ഷണം തുടങ്ങാം, അല്ലേ? അങ്ങനെ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മണിച്ചപ്പിനെ പറ്റി ഒന്നുകൂടി പറയാം. പണവുമായി ബന്ധപ്പെട്ട എന്തും മണിച്ചപ്പിലെ വാർത്തയാണ്. അത്തരമൊരു വാർത്ത നിങ്ങൾക്ക് തരാനുണ്ടോ? തീർച്ചയായിട്ടും താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. അത് ഞങ്ങൾ മണിച്ചപ്പിലൂടെ ലോകത്തെ അറിയിക്കുന്നതായിരിക്കും. ഒരു പുത്തൻ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.